ഹായ് ഫ്രണ്ട്സ്, അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് എന്ന പാഠഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡച്ചുകാരെ പറ്റിയിട്ടാണ്. ഡീപ്പ് ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് 6 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത്തേത്, ഇന്ത്യയിലേക്കുള്ള ഡച്ചുകാരുടെ വരവിൻ്റെ അറൈവലിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലേക്കുള്ള ഡച്ചുകാരുടെ വരവിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. രണ്ടാമതായി പഠിക്കുന്നത് കേരളത്തിൽ ഡച്ച് എംപയർ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്. കേരളത്തിൽ ഡച്ച് എംപയർ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് രണ്ടാമത് പഠിക്കുന്നത്. മൂന്നാമതായി പഠിക്കുന്നത് ട്രാവൻകൂർ ഡൈനാസ്റ്റിയും ഡച്ച് എംപയറും തമ്മിലുള്ള യുദ്ധങ്ങളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും കുളച്ചൽ യുദ്ധത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നാമതായി പഠിക്കുന്നത്. നാലാമതായി പഠിക്കുന്നത് വെട്ടത്തുനാടുമായി നടന്ന ഡച്ചുകാരുടെ കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടാണ്. വെട്ടത്തുനാടുമായി നടന്ന ഡച്ചുകാരുടെ കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടാണ് നാലാമതായി പഠിക്കുന്നത്. അഞ്ചാമതായി പഠിക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെ പറ്റിയിട്ടാണ്. ആറാമതായി പഠിക്കുന്നത് ഡച്ചുകാര് കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളെ പറ്റിയിട്ടാണ്, അഥവാ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പഠിച്ചു മാറ്റുന്നത്. ഇതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും പഠിച്ചു മാറ്റുന്നത്. നമുക്ക് ഡച്ചുകാരെ പറ്റിയിട്ട് പഠിച്ചു തുടങ്ങാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത് 1602 മാർച്ച് 20-നായിരുന്നു. 1602 മാർച്ച് 20-നായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ആംസ്റ്റർഡാം ആയിരുന്നു ഇതിൻ്റെ ആസ്ഥാനം. ഹെഡ് ക്വാർട്ടേഴ്സ് ആംസ്റ്റർഡാം, അഥവാ ആംസ്റ്റർഡാം കേന്ദ്രീകരിച്ചായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരായിരുന്നു യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേരായിരുന്നു യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ്. ഇത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആയിരുന്നു. അതായത് ഇവിടെ യൂറോപ്യന്മാരെ ഡയറക്റ്റായിട്ട് ആയിരുന്നില്ല ഇന്ത്യയിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കടന്നു വന്നുകൊണ്ടിരുന്നത്. ഡച്ച് എന്ന് പറയുന്ന രാജ്യം ഡയറക്റ്റായിട്ട് ആയിരുന്നില്ല വന്നിരുന്നത്. ഇവിടെ എന്ത് ചെയ്യും, ഡച്ചുകാരുടെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി രൂപീകരിക്കപ്പെടും. ഈ കമ്പനിയുടെ നേതൃത്വത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇപ്രകാരം ഡച്ചുകാരുടെ നിയന്ത്രണത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു എന്ത് ചെയ്ത് ഇന്ത്യയിലോട്ട് കടന്നു വന്നത്. ഇവർക്കുള്ള മറ്റു സൗകര്യങ്ങളെല്ലാം ഡച്ച് എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ നെതർലാൻഡ് എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തു കൊടുക്കുമായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുണ്ടായിരുന്ന ആൾക്കാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്രകാരം രൂപീകരിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു കമ്പനി കൂടിയായിരുന്നു എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിനി എന്തിലോട്ട് പോകാം, ഡച്ചുകാരെ പറ്റിയിട്ട് പഠിച്ചു പോകാം. ഇന്ത്യയിലോട്ട് ആദ്യം വരുന്ന അല്ലെങ്കിൽ കേരളത്തിലോട്ട് ആദ്യം കടന്നു വരുന്ന പ്രൊട്ടസ്റ്റന്റ് യൂറോപ്യൻ രാഷ്ട്രമായിരുന്നു ഡച്ചുകാർ. ഇവരുടെ വാണിജ്യ നയം എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് വാണിജ്യത്തിനായിരുന്നു. വാണിജ്യ വ്യാപാരങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. നമ്മുടെ നാട്ടിലെ നാട്ടുരാജാക്കന്മാരുമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കാനും ആ ബന്ധത്തിന് പുറത്ത് കൂടുതൽ വ്യാപാര ബന്ധങ്ങളിൽ, കൂടുതൽ വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടും ഡച്ചുകാർക്ക് ഇന്ത്യയിൽ ആദ്യ കാലഘട്ടത്തിൽ സാധിച്ചിരുന്നു. പിൽക്കാലത്ത് അവർക്ക് സാധിച്ചിരുന്നു. ഇവരുടെ മതനയം എന്ന് പറയുന്നത് വളരെ ലിബറലായിട്ടുണ്ടായിരുന്ന ഒരു പോളിസി ആയിരുന്നു. ഇവർക്ക് മുന്നേ ഇന്ത്യയിലോട്ട് വന്ന ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലോട്ട് വന്ന യൂറോപ്യൻ ശക്തികളായിരുന്നു പോർച്ചുഗീസ് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ റിജിഡായിട്ടുണ്ടായിരുന്ന, വളരെ കാർക്കശ്യപരമായിട്ടുണ്ടായിരുന്ന ഒരു മതനയമായിരുന്നു അവർ പിന്തുടരുന്നത്. അവരത് പിന്തുടർന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുമായിട്ടും, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ട, ഇസ്ലാം മതത്തിൽപ്പെട്ട, പരമ്പരാഗത ക്രിസ്തു മതത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടെല്ലാം തന്നെ പോർച്ചുഗീസുകാർക്ക് വെല്ലുവിളി നേരിടേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ പോർക്കളം ഒരുക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഡച്ചുകാരുടെ കാര്യത്തിലോട്ട് പോകുമ്പോൾ വളരെ ലിബറലായിട്ടുള്ള ഒരു മതനയമായിരുന്നു അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ ഇവിടെ നിന്നും കൂടുതൽ വ്യാപാര കരാറുകൾ ഒപ്പിക്കുക, കൂടുതൽ സമ്പത്ത് അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയായിരുന്നു ഡച്ചുകാരുടെ ഇവിടുത്തെ പ്രധാന നയം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലോട്ട് ആദ്യം വന്ന യൂറോപ്യന്മാരാരാ? പോർച്ചുഗീസുകാരാ. 1498 മെയ് 20-നായിരുന്നു പോർച്ചുഗീസുകാരെങ്ങോട്ട് വരുന്നത്, ഇന്ത്യയിലോട്ട് എത്തുന്നത്. എന്നാൽ അവർക്ക് ശേഷം ഇന്ത്യയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ട് വരുന്നതെന്ന് പറയാം, കാലിക്കറ്റിലോട്ട്, കേരളത്തിലോട്ട് വരുന്നതെന്ന് പറയാം. എന്നാൽ ഇവർക്ക് ശേഷം ഏകദേശം 106 വർഷം എടുത്തു കേരളത്തിലോട്ട് മറ്റൊരു യൂറോപ്യൻ വരാൻ. അതായത് കേരളത്തിലോട്ട് രണ്ടാമത് ഒരു യൂറോപ്യൻ രാജ്യം വരുന്നത് 1604-ലാണ്. 1604-ലാണ് കേരളത്തിൽ രണ്ടാമതായി ഒരു യൂറോപ്യൻ രാജ്യം വരുന്നത്. ആ യൂറോപ്യൻ രാജ്യമാണ് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിലെത്തുന്നത് 1595-ലാണ്. പക്ഷേ കേരളത്തിലെത്തുന്നത് 1604-ലാണ് എന്ന് ഓർക്കുക. 1656-ൽ ഇവരെന്ത് ചെയ്തു,
പോർച്ചുഗീസുകാർക്ക് പ്രാധാന്യമുണ്ടായിരുന്ന സിലോണിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. പോർച്ചുഗീസുകാർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്ന സിലോണിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തു. സിലോൺ എന്ന് പറയുന്നത് ഇന്നത്തെ ശ്രീലങ്കയാണ് സിലോൺ. ഈ സിലോണിൻ്റെ നിയന്ത്രണം ആരേറ്റെടുക്കുന്നു? ഡച്ചുകാർ ഏറ്റെടുക്കുന്നു. അതിനുശേഷം അവരെങ്ങോട്ട് വരുന്നു? മലബാർ കോസ്റ്റിലോട്ട് വരുന്നു. കേരളത്തിൻ്റെ തീരത്തോട്ട് വരുന്നു. കേരളത്തിൻ്റെ തീരത്തോട്ട് അവർ വരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ എന്ത് ചെയ്യുക? കുത്തക നേടുക നിന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? കേരളത്തിൻ്റെ തീരത്തോട്ട് അഥവാ മലബാർ കോസ്റ്റിലോട്ട് വരുന്നു. അതിനുശേഷം മലബാർ കോസ്റ്റിലെ പോർച്ചുഗീസ് കോട്ടകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, പലതും പിടിച്ചെടുക്കുന്നു. പിടിച്ചെടുത്തതിന് ശേഷം ഈ മേഖലയിൽ സ്വാധീനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ലന്തക്കാർ എന്നായിരുന്നു ഡച്ചുകാരെ പ്രാദേശികമായിട്ട് കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. ലന്തക്കാർ എന്നായിരുന്നു ഡച്ചുകാരെ പ്രാദേശികമായിട്ട് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 1595 ഡച്ചുകാർ ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. എന്നാൽ 1604 കേരളത്തിലെത്തിയെന്ന് പറഞ്ഞു. വാസ്കോഡ് ഗാമ വന്നതിന് ശേഷം 106 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലോട്ട് രണ്ടാമത്തെ യൂറോപ്യൻസ് എത്തുന്നത് 1604. 1604 അഡ്മിറൽ സ്റ്റീവൻ വാൻ ഡർ ഹേഗൻ എന്ന് പറയുന്ന അഡ്മിറൽ എവിടെ എത്തുന്നു? സാമൂതിരിയുടെ കോട്ടയിൽ എത്തുന്നു. സാമൂതിരിയുടെ കോട്ടയിൽ എത്തിയതിനു ശേഷം സാമൂതിരിയുമായി ഒരു രാഷ്ട്രീയ കരാറിൽ ഈ സ്റ്റീവൻ വാൻ ഡർ ഹേഗൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒപ്പിടുകയാണ്. ഈ രാഷ്ട്രീയ കരാർ പറഞ്ഞു വെച്ചത് ഇന്ത്യയിലെ തീരങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, കേരളത്തിൻ്റെ മറ്റു ചില പ്രദേശങ്ങളിലെല്ലാം പോർച്ചുഗീസുകാർക്കുള്ള ആധിപത്യത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാർ സാമൂതിരിയെ സഹായിക്കാം. പകരം ഡച്ചുകാർക്ക് ഇന്ത്യയിലെ സ്വതന്ത്ര വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ആര് കൊടുക്കണം? സാമൂതിരി കൊടുക്കണം. ഈ വ്യവസ്ഥ സാമൂതിരി എന്ത് ചെയ്തു? കേട്ടതിന് ശേഷം 1604 അഡ്മിറൽ സ്റ്റീവൻ വാൻ ഡർ ഹേഗനുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഒപ്പിട്ടു. ഇതേ തുടർന്ന് ഡച്ചുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഇഷ്ടാനുസരണം വ്യാപാര കേന്ദ്രങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ 17ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകങ്ങളിൽ തന്നെ പോർച്ചുഗീസുകാർക്ക് മലബാറിൽ ശക്തി നഷ്ടപ്പെട്ടു വരുന്നു. ഈ മലബാറിൽ പോർച്ചുഗീസുകാർ ദുർബലപ്പെടാൻ തുടങ്ങിയതോടുകൂടി ഈ പ്രദേശങ്ങളിൽ ശക്തിയാർജിക്കുന്ന യൂറോപ്യൻ ശക്തികളായിരുന്നു ഗ്രീക്കുകാർ എന്ന് പറയുന്നത്. അതിനുശേഷം ഗ്രീക്കുകാർ മലബാറിൽ ശക്തി ആർജിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? തെക്കോട്ട് വന്നു അല്ലെങ്കിൽ താഴോട്ട് വന്നതിന് ശേഷം ഇവർ പുറക്കാട്, കായംകുളം ഈ മേഖലയിലും സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ കൂടുതൽ ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇവർ ചെയ്തത് ഈ മേഖലയിലെ ഭരണാധികാരികളുമായിട്ട് ഒരു സൗഹൃദമുണ്ടാക്കി. സൗഹൃദത്തിൻ്റെ പുറത്ത് പല വ്യാപാര കരാറുകളും ഉണ്ടാക്കി. അങ്ങനെ 17ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? പുറക്കാടും കായംകുളത്തും വ്യാപാര കുത്തക നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അങ്ങനെ മലബാറും പുറക്കാടും കായംകുളം എല്ലാം കഴിഞ്ഞിട്ട് അവർ കൊല്ലത്ത് എന്ത് ചെയ്തു? രാഷ്ട്രീയപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് കൂടുതൽ മൂവ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ആധിപത്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വരുവാണ്. 1658 അവർ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? കൊല്ലത്തോട്ട് കടന്നു വരുന്നത്. അഡ്മിറൽ റൈക്ലോഫ് വാൻഗോയിൻസിന്റെ നേതൃത്വത്തിലായിരുന്നു അവരെന്ത് ചെയ്യുന്നത്? കൊല്ലത്തോട്ട് കടന്നു വരുന്നത്. കൊല്ലത്തോട്ട് കടന്നു വന്നതിന് ശേഷം കൊല്ലത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കോട്ടകളെ ആക്രമിച്ചു. അതിനുശേഷം പോർച്ചുഗീസ് കോട്ടകളെ ആക്രമിച്ചതിന് ശേഷം കൊല്ലത്തെ രാജ്ഞിയെ കാണുന്നു. കൊല്ലത്തെ രാജ്ഞിയുമായി ഒരു കരാറിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം കൊല്ലത്ത് ഡച്ചുകാർക്ക് സുഗന്ധ വ്യാപാരത്തിൽ ഒരു പ്രത്യേക കുത്തക നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഒപ്പം തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? പോർച്ചുഗീസുകാരുടെ സ്വത്ത് ഡച്ചുകാർക്ക് കൈമാറ്റം ചെയ്യാം എന്ന് കൊല്ലത്തെ രാജ്ഞി എന്ത് ചെയ്തു? ഈ ഉടമ്പടിയിലൂടെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അങ്ങനെ മലബാറിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിൽ കൊല്ലത്തും ആർക്ക് ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു? ഈ ഡച്ചുകാർക്ക് ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. പക്ഷേ ഇവരുടെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത്, ഇവരുടെ യഥാർത്ഥ ഡോമിനേഷൻ തുടങ്ങുന്നത്, ഇവരുടെ യഥാർത്ഥ ഭരണം തുടങ്ങുന്നത് 1663 കൊച്ചി കീഴടക്കുന്നതിലൂടെയായിരുന്നു. ഇതൊരു ചരിത്രമാണ്. നമുക്ക് കൊച്ചിയുടെ കുറച്ച് പശ്ചാത്തലം കൂടി ഇവിടെ പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചി രാജാവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കൊച്ചി രാജാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊച്ചി രാജാവിന് ശേഷം അടുത്ത ഭരണാധികാരി ആരായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് 5 കൗലകങ്ങൾ ചേർന്നിട്ടായിരിക്കും.
ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രി അറിയപ്പെടുന്ന പേരാണ് പാലിയത്തച്ഛൻ. കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രി അറിയപ്പെടുന്ന പേരാണ് പാലിയത്തച്ഛൻ. ഇവിടെ 1663 കാലഘട്ടമായപ്പോഴത്തേക്കും കൊച്ചിയിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. അടുത്ത അനന്തരാവകാശി ആരാണ് എന്നതിനെ ചൊല്ലിയിട്ട് മൂത്ത താവഴി എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇളയ താവഴി എന്ന് പറയുന്ന അടുത്തൊരു വിഭാഗവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നു. ഇതിൽ സാമൂതിരിയും വടക്കങ്കൂർ തെക്കങ്കൂർ രാജാക്കന്മാരും ചേർന്നിട്ട് ഈ മൂത്ത താഴ്വഴിപ്പെടുന്ന രാജാവിനെ കൊച്ചിയുടെ രാജാവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇവരാരെയും കൂടി കൂട്ടി ഡച്ചുകാരെ കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച്, കൊച്ചിയുടെ രാജാവാക്കാൻ വേണ്ടിയിട്ട് സാമൂതിരി, വടക്കങ്കൂർ തെക്കങ്കൂർ രാജാക്കന്മാർ, ഒപ്പം ഡച്ചുകാർ, ഇതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടെന്നും കൂടി ആലോചിക്കണം. പാലിയത്തച്ഛനും കൂടി ഉണ്ടായിരുന്നു. ഇത്രയും പേര് ചേർന്നിട്ട് മൂത്ത താഴ്വഴിയെ എന്താക്കാൻ വേണ്ടി തീരുമാനിച്ചു? കൊച്ചിയിലെ രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവരുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം, പാലിയത്തച്ഛൻ്റെയും സാമൂതിരിയുടെയും വടക്കങ്കൂർ തെക്കങ്കൂർ രാജാക്കന്മാരുടെയും സമ്മതപ്രകാരം ഡച്ച് നാവികനായിട്ടുണ്ട്, ഡച്ച് സൈന്യാധിപനായിട്ടുണ്ടായിരുന്ന വാൻ ഗൂൺസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് സൈന്യം മട്ടാഞ്ചേരി കൊട്ടാരം വളയുകയും കൊച്ചിയെ തോൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം മൂത്ത താഴ്വഴിയിൽ പെടുന്ന വീരകേരള വർമ്മയെ എന്തായിട്ട് നിയമിച്ചു? കൊച്ചിയിലെ രാജാവായിട്ട് ഈ സഖ്യം എന്ത് ചെയ്യുകയാണ്? നിയമിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സ്വാഭാവികമായിട്ടും ഡച്ചുകാരുടെ സഹായത്തോടു കൂടി കൊച്ചിയുടെ അധികാരം പിടിച്ചെടുത്ത കേരളവർമ്മയ്ക്ക് ഡച്ചുകാരോടുകൂടി വളരെ സൗഹൃദപരമായിട്ടും ഒപ്പം തന്നെ സഹായിച്ചവരെ എല്ലാ കാലത്തും സഹായിക്കാൻ ബാധ്യസ്ഥനായിട്ട് മാറുന്നതുമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഈ കൊച്ചിയിലെ തന്നെ ഒരു പ്രധാന പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പായിരുന്നു 5 കൈമൾമാരെന്ന് അറിയപ്പെടുന്നത്. കൊച്ചിയിലെ തന്നെ പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പിനെയാണ് 5 കൈമൾമാരെന്ന് അറിയപ്പെടുന്നത്. തന്നെ സഹായിച്ച ഡച്ചുകാരെയും ഒപ്പം തന്നെ 5 കൈമൾമാരെന്ന് പറയുന്ന പ്രഭുക്കന്മാരെയും ചേർത്തുകൊണ്ട് വീരകേരളവർമ്മ, കൊച്ചി രാജാവായിട്ടുണ്ടായിരുന്ന വീരകേരളവർമ്മ കൊച്ചിയിലെ പോർച്ചുഗീസ് ശക്തി കേന്ദ്രങ്ങളെല്ലാം പിടിച്ചെടുത്തു. ഇത് പിടിച്ചെടുക്കാൻ സഹായിച്ചതും തന്നെ രാജാവാക്കാനും സഹായിച്ചിട്ടുള്ള ഡച്ചുകാർക്ക് പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള കൊച്ചി കോട്ട 1663 ജനുവരി 6-ാം തീയതി ആര് വിട്ടുകൊടുത്തു? കൊച്ചി രാജാവ് വിട്ടുകൊടുത്തു. അങ്ങനെ കൊച്ചിയിൽ അത്യാവശ്യം നല്ല ആധിപത്യം ആർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു? ഡച്ചുകാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. പോർച്ചുഗീസുകാർക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡോമിനേഷനിൽ നിന്ന് അവരെ മാറ്റിയിട്ട് ഡച്ചുകാർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ഡോമിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് ചെയ്തത്. ഇനി എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന, എല്ലാ PSCയിലെ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രധാന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടികളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ഉടമ്പടിയാണ് അഴീക്കോട് ഉടമ്പടി. 1661 കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ വയ്ക്കുന്ന ഉടമ്പടിയായിരുന്നു. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ വയ്ക്കുന്ന ഉടമ്പടിയായിരുന്നു അഴീക്കോട് ഉടമ്പടി എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തത് 1662 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ആരൊക്കെയാ വെച്ചേ? കൊല്ലം രാജാവും കൊല്ലത്തെ രാജാവും ഒപ്പം തന്നെ ഡച്ചുകാരും തമ്മിൽ വയ്ക്കുന്നതായിരുന്നു എന്തെന്ന് പറയുന്നത് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. 1663 കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തു. കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്ന് ആര് പിടിച്ചെടുക്കുകയാണ്? ഡച്ചുകാരെ പിടിച്ചെടുക്കുന്നു. ഡച്ചുകാർ കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വർഷമാണ് 1663 എന്ന് പറയുന്നത്. ഇതോടുകൂടി കൊച്ചിയിലെ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്ന ആധിപത്യം പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കോലോത്തിരിയുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു പോർച്ചുഗീസ് കോട്ടയായിരുന്നു സെയിൻറ്റ് ആഞ്ചലോ കോട്ട. ഇത് 1663 ഫെബ്രുവരി 15-ാം തീയതി ആര് പിടിച്ചെടുക്കുന്നു? ഈ ഡച്ചുകാർ പിടിച്ചെടുക്കുന്നു. 1691 നടന്ന വെട്ടം പിന്തുടർച്ചാവകാശ യുദ്ധത്തിലും ഡച്ചുകാരും പങ്കെടുക്കുന്നു. ആ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? ഈ ഡച്ചുകാർക്ക് സാധിച്ചു. ഇത്തരം സാധനങ്ങളാണ് പ്രധാനപ്പെട്ട ഡച്ചുകാരുമായി ബന്ധപ്പെട്ട ഉടമ്പടികളും ഇവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളെന്നും പറയുന്നത്. ഇനി ഡച്ചുകാരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, ഈ ഡച്ചുകാർ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടും. അതിലൊന്നാണ് 1728 പള്ളിപ്പുറത്ത് നിർമ്മിച്ച സാനിറ്റോറിയം. ഈ സാനിറ്റോറിയം കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആര് നിർമ്മിച്ചത്? ഡച്ചുകാർ നിർമ്മിച്ചത്. 1714 ചേറ്റുവാക്കോട്ട അഥവാ ഫോർട്ട് വില്യംസ് ആര് നിർമ്മിച്ചു? ഡച്ചുകാർ നിർമ്മിച്ചു. ഇത് നിർമ്മിച്ചത് ഗുരുവായൂരിനടുത്തായിരുന്നു ഫോർട്ട് വില്യംസ് അഥവാ ചേറ്റുവാക്കോട്ട ആര് നിർമ്മിക്കുന്നത്? ഡച്ചുകാർ നിർമ്മിക്കുന്നത്. പിൽക്കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ നിന്നെല്ലാം സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിനെ സഹായിച്ചിട്ടുള്ള കോട്ടയായിരുന്നു ഈ ചേറ്റുവാക്കോട്ട എന്ന് പറയുന്നത്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് നിർമ്മിക്കുന്നതും ഡച്ചുകാരായിരുന്നു. കേരളത്തിലെ ഡച്ച് ഗവർണർമാരുടെ ഒഫീഷ്യൽ വസതിയായിരുന്നു എന്നു പറയുന്ന ഔദ്യോഗിക വസതിയായിരുന്നു ഈ ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്.
1789 ട്രാവൻകൂറിലെ രണ്ടാമത്തെ രാജാവായിട്ടുണ്ടായിരുന്നേ ധർമ്മരാജ ഡച്ചുകാരുടെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള കോട്ടകളായിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഇത്രയും സാധനങ്ങൾ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരെ പറ്റിയിട്ടും തിരുവിതാംകൂറുകാരെ പറ്റിയിട്ടും അവർക്കിടയിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങളെ പറ്റിയിട്ടുമാണ്. ഈ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ അടങ്ങുന്ന പ്രദേശം ആദ്യ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് വേണാട് രാജവംശമായിരുന്നു. ഈ വേണാട് രാജവംശത്തിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരിക്കും, ഒരുപാട് സാമന്ത രാജ്യങ്ങളുണ്ടായിരിക്കും. ഈ സാമന്ത രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജാവായിരിക്കും എന്തായി വരുന്നത്, ഇതിൻ്റെ അനന്തരാവകാശിയായിട്ട് വരുന്നത്. ഒപ്പം തന്നെ ഒരുപാട് പ്രഭുക്കന്മാരും തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രഭുക്കന്മാരായിരുന്നു 8 വിട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്, പിള്ളമാർ എന്ന് പറയുന്നത്. 1729 വേണാട് രാജവംശത്തിലെ ആ പാരമ്പര്യത്തിനെല്ലാം തകർത്തുകൊണ്ട് 8 വിട്ടിൽ പിള്ളമാരെ വെല്ലുവിളിച്ചുകൊണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന പുള്ളി തിരുവിതാംകൂറിന് എന്ത് ചെയ്യുകയാണ്, പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ഇംഗ്ലീഷുകാരുടെ സഹായത്തോടു കൂടിയായിരുന്നു അധികാരത്തിലെത്തുന്നത്. 1729 ട്രാവൻകൂറിന്റെ രാജാവായി അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ രാജാവായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എത്തുന്നു. ഇംഗ്ലീഷുകാരുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇവർ തിരുവിതാംകൂറിന്റെ എന്തായി മാറുന്നത്, രാജാവായിട്ട് മാറുന്നത്. അതിനുശേഷം 1734 ഇദ്ദേഹം എന്ത് ചെയ്യുവാണ്, കായംകുളം പിടിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ കായംകുളം പിടിച്ചെടുത്ത് തൻ്റെ രാജ്യത്തിൻ്റെ കൂടെ ചേർക്കുന്നു. ഒപ്പം തന്നെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് പേര് കേട്ട കൊല്ലത്തിൻ്റെ തുറമുഖം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് മാർത്താണ്ഡവർമ്മയുടെ സൈനിക നടപടികൾ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുവാണ്, ആരംഭിക്കുകയാണ് ചെയ്തത്. ഇത് ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായിരുന്നു. ഡച്ചുകാർക്ക് സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ സദേൺ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഒന്നായിരുന്നു എന്ന് പറയുന്നത് കൊല്ലം എന്ന് പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷുകാരുടെ സപ്പോർട്ടുള്ള മാർത്താണ്ഡവർമ്മ കൂടുതൽ ശക്തനായിട്ട് വരുന്നത് ഡച്ചുകാർക്ക് വെല്ലുവിളി തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ സിലോണിലെ ഡച്ച് ഗവർണറായിട്ടുണ്ടായിരുന്ന ഗുസ്താഫ് വില്ലം വാൻ ഇംഫോഫ് എന്ന ഡച്ച് ഗവർണർ ആരെ വിളിക്കുന്നു, മാർത്താണ്ഡവർമ്മയെ വിളിക്കുന്നു. അതിനുശേഷം ഇനി സൈനിക നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ സൈനിക അറ്റാക്ക് നടത്തും എന്നൊരു ഭീഷണി ഇദ്ദേഹം എന്ത് ചെയ്യുവാണ്, നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെ മാർത്താണ്ഡവർമ്മ പരിഹസിച്ചതിന് ശേഷം നിങ്ങൾ അങ്ങനെ നടത്തുകയാണ് എങ്കിൽ മത്സ്യബന്ധന ബോട്ടുകളുമായി നെതർലാൻഡിലെത്തുകയും നിങ്ങളെ നാടിനെ ഞങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് തിരുവിതാംകൂറിലെ അന്നത്തെ രാജാവായിട്ടുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ച് അഡ്മിറലിനെ എന്ത് ചെയ്തു, വെല്ലുവിളിച്ചു, അപമാനിച്ചു. ഇതോടുകൂടി ഡച്ചുകാരും ട്രാവൻകൂറും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. 1739 ആയപ്പോഴത്തേക്കും മലബാറിൽ നിന്നും സിലോണിൽ നിന്നും ഡച്ച് സൈനിക വിന്യാസം തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നു. ഇതൊരു വലിയ യുദ്ധത്തിലോട്ടാണ് പോകുന്നത്. ആ യുദ്ധത്തെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിനു മുന്നേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ 1739 തന്നെ ഇളയിടത്ത് സ്വരൂപം എന്ന ഒരു നാട്ടുരാജ്യമുണ്ട്. കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു ഇത്. കൊട്ടാരക്കര ഭരിച്ചിരുന്ന ഒരു നാട്ടുറാണിമാരായിരുന്നു ആരെന്ന് പറയുന്നത് ഇളയെടുത്ത് സ്വരൂപത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ വേണാട് രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. പിൽക്കാലത്ത് 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മയുടെ അധികാരത്തിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇളയെടുത്ത് സ്വരൂപത്തിലെ റാണിമാർ തയ്യാറായിരുന്നില്ല. അവർ മാർത്താണ്ഡവർമ്മയെ ചക്രവർത്തിയായിട്ട് അംഗീകരിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് 1739 ആയപ്പോഴത്തേക്കും ഇളയെടുത്ത സ്വരൂപത്തിനെ ആക്രമിക്കുന്നു, മാർത്താണ്ഡവർമ്മ ആക്രമിക്കുന്നു. ഒപ്പം തന്നെ ഇളയെടുത്ത സ്വരൂപത്തിൻ്റെ കൊട്ടാരക്കരയും നെടുമങ്ങാടും അടങ്ങുന്ന പ്രദേശം പിടിച്ചെടുത്ത് തിരുവിതാംകൂറിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് സാധിച്ചു. ഈ സമയം ഈ കൊട്ടാരക്കരയുടെ റാണി അല്ലെങ്കിൽ ഇളയെടുത്ത സ്വരൂപത്തിലെ റാണി എവിടെ അഭയം തേടുന്നു, ഡച്ചുകാരുടെ അടുത്ത് അഭയം തേടുന്നു. ഡച്ചുകാർക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ലോക്കലായിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഇവിടെ സ്വദേശീയരായിട്ടുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരുടെയും അവരുടെ ജനങ്ങളുടെയും സഹായം ഇതോടുകൂടി അല്ലെങ്കിൽ പിന്തുണ ഇതോടുകൂടി ഡച്ചുകാർക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയ ഡച്ചുകാർ ഇതും കൂടി പറഞ്ഞ് നേരത്തെ ഉണ്ടായിട്ടുള്ള വിരോധം എല്ലാം വെച്ചിട്ട് ആർക്കെതിരെ, മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധത്തിനെയാണ് കുളച്ചൽ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. 1741 ഓഗസ്റ്റ് 10 തീയതിയായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് 10 തീയതിയായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധം തിരുവിതാംകൂർ രാജവംശവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ് നടക്കുന്നത്. തിരുവിതാംകൂർ രാജവംശവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടായിരുന്നു എന്ത് നടക്കുന്നത്,
കുളച്ചൽ യുദ്ധം 1741 നടക്കുന്നത്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവ വികാസങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 1740 നവംബർ 26 ഡച്ചുകാർ കുളച്ചലിലേക്ക് ഒരു നാവിക സേനയെ അയക്കുന്നു. ഈ നാവികസേന കുളച്ചൽ ആക്രമിച്ചതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് കുളച്ചൽ വിട്ട് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? പത്മനാഭപുരത്തോട്ട് ഇവരുടെ സൈനിക വിന്യാസം കൂട്ടുന്നു. പത്മനാഭപുരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുവാണ്? ഈ ഡച്ച് സൈന്യം പോവുകയാണ് ചെയ്തത്. പത്മനാഭപുരം എന്ന് പറയുന്നത് ട്രാവൻകൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാണ്. തിരുവിതാംകൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാണ് പത്മനാഭപുരം എന്ന് പറയുന്നത്. ഈ സൈനിക വിന്യാസത്തിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ 2000-ഓളം പേരടങ്ങുന്ന തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിനെ അങ്ങോട്ട് അയക്കുന്നു. ഇവരെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ആർക്ക് പറ്റുന്നു? മാർത്താണ്ഡവർമ്മയുടെ സൈനികർക്ക് സാധിക്കുന്നു. എന്നിരുന്നാലും കുളച്ചലിനും കോട്ടാറിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ കൊള്ളയടി നടത്തുന്നതിനും സമ്പത്ത് അപഹരിക്കുന്നതിനും ഡച്ചുകാർക്ക് ഈ സമയത്ത് സാധിച്ചു. അതിനുശേഷം സിലോണിൽ നിന്നും ആയുധവും ഭക്ഷണവും ഒപ്പം തന്നെ മാൻ പവറും മിലിറ്ററിയും കണ്ടിന്യൂസ് ആയിട്ട് ഡച്ചുകാർ സപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സപ്ലൈ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയെല്ലാം എന്ത് നടത്താൻ വേണ്ടിയിട്ട് പോസ്റ്റുകളായി സ്ഥാപിച്ചു. ഇവിടെയെല്ലാം ട്രേഡുകളും പോസ്റ്റുകളെല്ലാം ഈ സപ്ലൈ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലാതാക്കുന്നതിന് വേണ്ടി, സിലോണിൽ നിന്നും തിരുവിതാംകൂറിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡച്ച് സപ്ലൈ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ ആരയക്കുവാണ്? മാർത്താണ്ഡവർമ്മ അയക്കുവാണ്. പക്ഷേ ഇങ്ങനെ എന്നിരുന്നാലും സിലോണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിൽ സൈനികരെ പിന്തുണച്ചുകൊണ്ടുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഡച്ചുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിലോൺ എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കാലാവസ്ഥ മാറി, വലിയ രീതിയിലുള്ള മഴയും വെള്ളപ്പൊക്കവും വരുന്നു. ഈ മഴയത്തും വെള്ളപ്പൊക്കത്തും ഡച്ചുകാർക്ക് തങ്ങളുടെ സൈനിക മുന്നേറ്റം പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഈ കാലാവസ്ഥയിൽ അവർക്ക് അത്രമേൽ പൊരുതി ഇല്ലാത്തത് കൊണ്ടായിരുന്നു അവർക്ക് സൈനിക മുന്നേറ്റം സ്പീഡിലാക്കാൻ വേണ്ടി പറ്റാതെ ഇരുന്നത്. ഇങ്ങനെ ഇരിക്കെ 1741 ഓഗസ്റ്റ് 5 സൈനിക മുന്നേറ്റം പതുക്കെ സ്ലോയിലാകുന്നു എന്ന് കണ്ട മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വമുള്ള തിരുവിതാംകൂർ സൈന്യം അതിശക്തമായിട്ട് ഡച്ചുകാർക്കെതിരെ തിരിച്ചടിച്ചു. 1741 ഓഗസ്റ്റ് 15 തിരുവിതാംകൂറിൻ്റെ പീരങ്കിപ്പടയുടെ ആക്രമണത്തെ തുടർന്ന് ഇവരുടെ ഒരു വെടിമരുന്നൊക്കെ സൂക്ഷിച്ചിരുന്ന പുരയും ഒപ്പം തന്നെ ഭക്ഷണശാലകളും എന്ത് ചെയ്യുകയാണ്? തകർക്കപ്പെടുകയാണ്. ഒപ്പം തന്നെ ഈ സിലോണിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന ഫുഡ് സപ്ലൈയും മന്ദഗതിയിലായി. പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായ ഡച്ച് സൈന്യം 1741 ഓഗസ്റ്റ് 7 അടിയറവ് പറഞ്ഞു യുദ്ധത്തിൽ, അല്ലെങ്കിൽ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ കൂടി മുട്ടുമടക്കി. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ഓഗസ്റ്റ് 10 സംഭവിച്ചതെന്നാണ്. ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10 ഡച്ച് സൈന്യം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ മുന്നിൽ തോൽറ്റത് എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ PSC പരീക്ഷയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 10 എന്ന് എഴുതുക. മനസ്സിലായോ? എന്നാൽ ഓഗസ്റ്റ് 10 ഇല്ല എങ്കിൽ ഓഗസ്റ്റ് 7 എഴുതുക. രണ്ടും വരുവാണെങ്കിൽ, ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 10 വരുവാണെങ്കിൽ ഓഗസ്റ്റ് 10 എന്നായിരിക്കണം കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ യുദ്ധത്തിൽ, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിനെ നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ യൂസ്റ്റാച്ചിയസ് ഡിലനോയ് എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു. ക്യാപ്റ്റൻ യൂസ്റ്റാച്ചിയസ് ഡിലനോയ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഡച്ച് സൈന്യത്തിനെ നിയന്ത്രിച്ചിരുന്നത്. ഇദ്ദേഹം 1741 ഓഗസ്റ്റ് 14 ട്രാവൻകൂർ സൈന്യം പിടികൂടി. ട്രാവൻകൂർ സൈന്യം അദ്ദേഹത്തിനെ തടവിലാക്കി. അതിനുശേഷം മാർത്താണ്ഡവർമ്മയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ യുദ്ധപരിചയവും യൂറോപ്യൻ രീതിയിലുള്ള ആയുധാഭ്യാസവും ഇതെല്ലാം കണ്ടിട്ട് ഈ രീതിയിൽ തിരുവിതാംകൂർ സൈന്യത്തിന് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്തെടുക്കണം എന്നൊരു തോന്നൽ ആർക്കുണ്ടാവുമായിരുന്നു? മാർത്താണ്ഡവർമ്മയ്ക്കുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ പിടിച്ചെടുത്ത ഡിലനോയെ അകത്തിടാനല്ല അവർ ശ്രമിച്ചത്. തിരുവിതാംകൂർ സൈന്യത്തിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തായി മാറ്റി? തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫാക്കി മാറ്റി. ഈ കമാൻഡർ ഇൻ ചീഫിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വലിയ കപ്പിത്താൻ. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായിട്ടുള്ള ഡച്ച് സൈന്യാധിപനായിരുന്നു ആരെന്ന് പറയുന്നത്? ഡിലനോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം വലിയ കപ്പിത്താനായിട്ട് 37 വർഷം എവിടെ ജോലി ചെയ്തിരുന്നു? തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഡച്ചുകാരനാണ് എങ്കിലും, അല്ല ഡച്ച് സൈന്യത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു എങ്കിലും ഇദ്ദേഹം ജനിച്ചത് ഫ്രാൻസിലായിരുന്നു. ഡിലനോയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഫ്രാൻസിലായിരുന്നു. ഇദ്ദേഹം തിരുവിതാംകൂറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തിരുവിതാംകൂറിലെ നായർ സേനയ്ക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള ഡ്രില്ലുകൾ എന്ത് ചെയ്തു? പരിശീലിപ്പിച്ചു. ഇത്തരം ഡ്രില്ലുകളെ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പേരായിരുന്നു ഓലക്കൽ ശീലകൾ.
ഡിലനോയ് പഠിപ്പിച്ചിരുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള ഡ്രില്ലുകളെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ഓലക്കൽ ശീലകൾ. ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ടയിലെ ആണ്. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടിയോടുകൂടിയാണ് കേരളത്തിലെ ഡച്ച് അധപതനം പൂർത്തിയാകുന്നത്. ഇനി കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വ്യക്തിയുടെ പേരാണ് രാമയൻ ദളവ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച പ്രധാനമന്ത്രിയായിരുന്നു. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച പ്രധാനമന്ത്രിയായിരുന്നു രാമയൻ ദളവ. രണ്ടാമത്തെ ആളായിരുന്നു താണുപിള്ള കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായിരുന്നു. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമായിരുന്നു തിരുവിതാംകൂർ. യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. രാജാവായിരുന്നു ആരെന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ. ഒരു യൂറോപ്യൻ സൈന്യത്തിനെ തോപ്പിച്ച ആദ്യത്തെ ഒരു ഏഷ്യയിലെ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത് ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിന് ശേഷം, കുളച്ചിൽ യുദ്ധത്തിന് ശേഷം ഇളയടത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കരയും കായംകുളവും തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറി. ഇനി നമുക്ക് ഉദയഗിരി കോട്ടയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ടയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഉദയഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലാണ്. വേണാട് രാജാവായിട്ടുണ്ടായിരുന്ന വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട പണിതത്. ഇതിനെ പുതുക്കിപ്പണിതത് മാർത്താണ്ഡവർമ്മയായിരുന്നു. ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഉദയഗിരി കോട്ടയെ പുതുക്കി പണിഞ്ഞത്. ഈ നമ്മുടെ ഡിലനോയ് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന തിരുവിതാംകൂറിലെ സൈന്യം പിന്നീട് എന്തായി മാറുമായിരുന്നു? മദ്രാസ് റെജിമെന്റിന്റെ 9ാം ബറ്റാലിയനായി മാറി ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടെ ചേർക്കപ്പെടുകയാണ് ചെയ്തത്. അടുത്ത ഡിലനോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരുപാട് കോട്ടകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കോട്ടകളായിരുന്നു ഒന്ന് നെടുങ്കോട്ട, ടിപ്പുവിന്റെ ആക്രമണത്തെ തടുത്ത നെടുങ്കോട്ട, പത്മനാഭപുരത്തുണ്ടായിരുന്ന മരുന്നുകോട്ട അല്ലെങ്കിൽ വെടിക്കോട്ട, സാവക്കോട്ടയിലെ കുന്നിൻകോട്ട, ഒപ്പം തന്നെ കന്യാകുമാരിയിൽ കാണപ്പെടുന്ന വടക്കൈക്കോട്ട. ഇതെല്ലാം തന്നെ ഡിലനോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട പ്രധാന കോട്ടകളായിരുന്നു. തിരുവിതാംകൂർ രൂപീകരിക്കപ്പെട്ട പ്രധാന കോട്ടകളായിരുന്നു എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട കോട്ടകളെന്ന് പറയുന്നത്. ഇനി വെട്ടം പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ യുദ്ധം നടക്കുന്നത് 1691 1691 വെട്ടം പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധം നടക്കുന്നത്. ഇവിടെയും വിഷയം പിന്തുടർച്ച അവകാശമായിരുന്നു. കൊച്ചി രാജാവിന്റെ പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധമായിരുന്നു ഇത്. 1689 കൊച്ചി രാജാവിന്റെ പിന്തുടർച്ചയായി കൊച്ചി രാജവംശത്തിലെ ഒരു കൂട്ടം ആൾക്കാർ പാഴൂർ ശാഖയെ തിരഞ്ഞെടുത്തു. ഇത് മറ്റേ കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത അനന്തരാവകാശിയായി വരേണ്ടത് വെട്ടത്ത് നാട്ടിലെ രാജാവായിരിക്കണമെന്ന് അവർ ശാഠ്യം പിടിച്ചു. വെട്ടത്ത് നാട് എന്ന് പറയുന്നത് മലപ്പുറത്തെ താനൂര് എന്ന് പറയുന്ന പ്രദേശത്തുള്ള താനൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് വെട്ടത്ത് നാട് എന്ന് പറയുന്നത്. ഈ വെട്ടത്ത് നാട്ടിലെ രാജാവ് അധികാരത്തിൽ വരണമെന്ന് കൊച്ചി രാജവംശത്തിലുള്ള മറ്റൊരു വിഭാഗം എന്ത് ചെയ്തു? ശാഠ്യം പിടിച്ചു. ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ഈ സമയത്ത് ഈ വെട്ടത്ത് നാട്ടിലെ രാജാവ് പണ്ട് പോർച്ചുഗീസുകാർ ശക്തിയായിരുന്ന സമയത്ത് നമ്മുടെ സാമൂതിരിക്കിട്ട് ഒരുപാട് പണി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊരു അവസരമാണെന്നും ഈ സമയത്ത് വെട്ടത്ത് നാടിനെ തകർക്കണമെന്നും സാമൂതിരി തീരുമാനിച്ചു. സാമൂതിരി ഇതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി രാജവംശത്തിലെ വെട്ടത്ത് നാടിനെതിരെ നിൽക്കുന്ന ഗ്രൂപ്പിനെയും ഒപ്പം തന്നെ ഡച്ചുകാരെയും കൂട്ടിക്കൊണ്ട് വെട്ടത്ത് നാടിനെ ആക്രമിച്ചു. വെട്ടത്ത് നാടിനുള്ള ആക്രമണത്തിൽ വെട്ടത്ത് നാട് അമ്പെ പരാജയപ്പെട്ടു. ഈ യുദ്ധത്തിൽ സാമൂതിരിയെ സഹായിച്ച ഡച്ചുകാർക്ക് ചേറ്റുവ കോട്ട ആര് കൊടുത്തു? സാമൂതിരി സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് വെട്ടം പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ട യുദ്ധമെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് മലബാർ തീരത്ത് കാണപ്പെടുന്ന സസ്യജാലങ്ങളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന 17ാം നൂറ്റാണ്ടിലെ ഒരു സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് എന്നു പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. മലബാർ തീരത്ത് കാണുന്ന ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന 17ാം നൂറ്റാണ്ടിലെ ഒരു സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഇത് 12 വാല്യങ്ങളിലാണ് പുറത്തിറക്കിയത്. ലാറ്റിൻ ഭാഷയിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മലയാളത്തിലെ അർത്ഥം എന്ന് പറയുന്നത് മലബാറിലെ പൂന്തോട്ടം എന്നാണ്. ഇത് പുറത്തിറക്കിയത് ആംസ്റ്റർഡാമിൽ നിന്നാണ്.
ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചത് മലബാറിലെ അഡ്മിറലായിട്ടുണ്ടായിരുന്ന ഹെൻറിക് വാൻ റീഡ് എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു. ഹെൻറിക് വാൻ റീഡ് 1669 മുതൽ 1676 വരെ മലബാറിലെ ആരായിരുന്നു? ഗവർണറായിരുന്നു, അല്ലെങ്കിൽ അഡ്മിറലായിരുന്നു. ഇദ്ദേഹത്തിന് ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച ഈഴവ വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഈഴവ വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞാൽ, ഹെൻറിക് വാൻ റീഡിനെ ഈ കാര്യങ്ങൾക്ക് ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഈഴവ വൈദ്യനായിരുന്നു ആരെന്ന് പറയുന്നത്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഈ ഇട്ടി അച്യുതൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കടക്കരപ്പള്ളി, ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിക്കടുത്തുള്ള കാര്യാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ കേരള രാമം എന്ന പേരിലും അറിയപ്പെടുന്നു. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം സൂചിപ്പിക്കുന്ന വൃക്ഷം തെങ്ങാണ്, അവസാനം സൂചിപ്പിക്കുന്ന വൃക്ഷം ആൽമരമാണ്. 791 ചിത്രീകരണങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ 742 തരത്തിൽ എന്തിനെ പറ്റി, സസ്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ ഉണ്ട്. ഈ സസ്യങ്ങളെ പറ്റിയിട്ടുള്ള ചിത്രീകരണങ്ങൾ തയ്യാറാക്കിയത് വൈദികനായിട്ടുള്ള ജോൺ മാത്യൂസ് എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസിൽ 791 ചിത്രീകരണങ്ങളാണുള്ളത്. 742 സസ്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. ഈ ചിത്രങ്ങൾ രൂപീകരിച്ചതാരായിരുന്നു, അല്ലെങ്കിൽ ചിത്രീകരണം നടത്തിയതാരായിരുന്നു? ജോൺ മാത്യൂസ് എന്ന് പറയുന്ന വൈദികനായിരുന്നു. ഇനി KS മണിലാലിൻ്റെ നേതൃത്വത്തിൽ, KS മണിലാൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ശ്രമത്തിൻ്റെ ഫലമായിട്ട് 2003, 2008 വർഷങ്ങളിൽ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഇംഗ്ലീഷ് മലയാളം വിവർത്തനം കേരള യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ച ബ്രാഹ്മണരായിരുന്നു രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട്. ഒപ്പം തന്നെ കൊച്ചി രാജാവിൻ്റെയും സാമുദ്രിയുടെയും സഹായം ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്കുണ്ടായിരുന്നു? അന്നത്തെ അഡ്മിറലായിരുന്ന ഹെൻറിക് വാൻ റീഡിന് ഉണ്ടായിരുന്നു. ഇനി ഡച്ചുകാർ ഇവിടെ നടത്തിയിട്ടുള്ള മറ്റ് സംഭാവനകളെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ, ഇവർ സാനിറ്റോറിയം, കൊച്ചിയിലെ വൈപ്പിനിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സാനിറ്റോറിയം ഇവർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. തുണിയിൽ ചായം പിടിപ്പിക്കുന്ന രീതി ഇവിടെ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ഇവരുടെ സമയത്തായിരുന്നു. ഉപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ വശങ്ങൾ പഠിപ്പിക്കുന്നത് ഇവരായിരുന്നു. തെങ്ങ് കൃഷിയുടെ ശാസ്ത്രീയ രീതികളും മികച്ച തൈകളുടെ പ്രചാരവും ഇവരുടെ സമയത്തായിരുന്നു കൂടുതലായിട്ട് നടന്നിരുന്നത്. ഇവരെ ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാർ എന്ന പേരിലായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുറത്തിറങ്ങിയ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഒന്നാമത്തേത് സീറ്റും വാളും ഉപയോഗിച്ചെന്ന KK നായരുടെ പുസ്തകം സീറ്റും വാളും ഉപയോഗിച്ച്, ഓർ ബൈ സ്വീറ്റ് ആൻഡ് സ്വേർഡ്. രണ്ടാമത്തെ പുസ്തകമായിരുന്നു MO കോശിയുടെ കേരളത്തിലെ ഡച്ച് ശക്തി അഥവാ ദ ഡച്ച് പവർ ഇൻ കേരള എന്ന പുസ്തകം. ഡച്ചുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, ഡച്ചുകാർ കേരളത്തിലെ ആധിപത്യം ഉറപ്പിക്കുന്ന സമയത്ത് 1742 കേരളത്തിലോട്ട് കടന്നു വരുന്ന ഇറ്റാലിയൻ പുരോഹിതനായിരുന്നു ക്ലെമന്റ് പിയാനി. ഇദ്ദേഹം എഴുതിയ പുസ്തകമായിരുന്നു സംക്ഷേപ വേദാർത്ഥം എന്നത് പൂർണ്ണമായും മലയാളത്തിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. ഇതോടുകൂടി ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വസ്തുതകൾ പഠിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി. താങ്ക് യു.